അങ്ങനെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മുടെ ആപ്പ് സ്റ്റോറിലുള്ള ലക്ഷക്കണക്കിന് വരുന്ന ആപ്ലിക്കേഷനിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നിയ ഏതാനും ചില ആപ്ലിക്കേഷൻസാണ് ഇന്നത്തെ നമ്മുടെ മസ്റ്റ് ട്രൈ ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്ത്യയിലുള്ള ആപ്പിൾ യൂസേഴ്സ് ഏറ്റവും കുറവ് ഉപയോഗിക്കുന്ന ആപ്പിളിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് വാളറ്റ് ആപ്പ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ആപ്പിൾ പേ നമുക്ക് ഇന്ത്യയിലില്ല, ഇതുവരെ അവൈലബിൾ ആയില്ല. രണ്ട്, ആപ്പിൾ ക്യാഷ് എന്ന് പറയുന്ന ആപ്പിളിൻ്റെ മറ്റൊരു ഫിനാൻഷ്യൽ ഫീച്ചർ അതും നമുക്കിവിടെ ഇന്ത്യൻ യൂസേഴ്സിനില്ല. അത്യാവശ്യമായിട്ട് വേണ്ട രണ്ട് കാര്യങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കുറവ് ഉപയോഗിക്കുന്നത്, ഏറ്റവും ഉപേക്ഷിച്ചിട്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് വാളറ്റ്. എന്നാൽ എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയൊരു ആപ്ലിക്കേഷൻസ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി എളുപ്പമാക്കാനും വ്യക്തമാക്കാനും സഹായിക്കുന്ന ആപ്ലിക്കേഷൻസ് ട്രൈ ചെയ്ത് നോക്കുക, എക്സ്പ്ലോർ ചെയ്യുക. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അങ്ങനെ സെർച്ച് ചെയ്ത് വന്നപ്പോൾ എൻ്റെ കണ്ണിലുടക്കിയ ഒരു ആപ്ലിക്കേഷനാണ് പാസ് ടു വാളറ്റ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പം നമുക്കിത് ഇതാണ് അതിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കൂപ്പോൺ കോഡ് അല്ലെങ്കിൽ സ്റ്റോർ കാർഡ് അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ട് നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് കാർഡുകൾ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ്, അതുപോലുള്ള വാലിഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാർഡുകൾ, ഇങ്ങനെയുള്ള കാർഡുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നമ്മുടെ വാളറ്റിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്ന, അതായത് ഇതിൽ ഡേറ്റ എൻ്റർ ചെയ്ത് കൊടുത്താൽ നമുക്ക് വാളറ്റിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടിലൻ ഓപ്ഷനാണ്. ഇതിൽ ഈ ഫസ്റ്റ് ഓപ്ഷൻ ടെംപ്ലേറ്റ്. ഈ ടെംപ്ലേറ്റ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ധാരാളം ടെംപ്ലേറ്റുകൾ ഇതിൽ നിന്ന് ലഭിക്കും. അതായത് ബാങ്കുകളുടെ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളുടെ, ഞാൻ മുന്നേ മെൻഷൻ ചെയ്ത പോലെ പല കാര്യങ്ങളുടെയും ടെംപ്ലേറ്റുകൾ. അതിലേറ്റവും ടോപ്പിൽ നമുക്ക് ന്യൂ ഉണ്ട്, അതുപോലെ പോപ്പുലർ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐക്യയുടെ ഒരു ടെംപ്ലേറ്റ് അവിടെ കാണാം. വൺസ് ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം ഡൺ അടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ആ ഒരു ടെംപ്ലേറ്റ് കാർഡ് ഫോർമിൽ ആണെന്ന് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് പേര്, കാര്യങ്ങൾ, ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ആഡ് എന്ന് പറഞ്ഞ് ഇവിടെ ഏറ്റവും ടോപ്പിലെ ഓപ്ഷനിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാളറ്റ് ആപ്പ് ഇനി ഓപ്പൺ ചെയ്താൽ ഇവിടെ നമ്മുടെ വാളറ്റ് ആപ്പ് കാണാം. ആ വാളറ്റ് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഐക്യയുടെ ഒരു കാർഡ് ഇതിലേക്ക് ആഡ് ആയേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ള ബാങ്ക് കാർഡ് ആയിക്കോട്ടെ, എന്ത് ടൈപ്പ് ഓഫ് കാർഡും ആയിക്കോട്ടെ, നിങ്ങളുടെ വാളറ്റിലേക്ക് അതിൻ്റെ ഡീറ്റെയിൽ ഇൻഫർമേഷൻ ആഡ് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ ബാർകോഡ് സ്കാൻ ചെയ്ത് അതിലൂടെ ഇൻഫർമേഷൻ എടുക്കാം, അല്ലെങ്കിൽ മാനുവലി നമുക്ക് എൻട്രി ചെയ്ത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് അങ്ങനെ നിങ്ങളുടെ വാളറ്റ് ആപ്പിലേക്ക് ഇതുപോലെ കാർഡുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഒരു ഗുണം, നമുക്ക് വാളറ്റ് ആപ്പ് എപ്പോഴും ആക്സസ് ചെയ്യാം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സകല ഡീറ്റെയിൽസും നമുക്ക് ഇവിടുന്ന് തന്നെ എടുത്ത് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. ഇതിലെ രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് അപ്പ് ഹെഡ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഇവൻറ്റുകൾ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വിജിറ്റ് ഞാൻ ഓൾറെഡി നമ്മുടെ ഹോം സ്ക്രീനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം ആപ്പിളിൻ്റെ ഇവൻറ്റ് സെപ്റ്റംബർ 10 മിക്കവാറും ഐഫോൺ 16 ഇവൻറ്റ് നടക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു ഇവൻറ്റ് കാര്യങ്ങൾ, കൗണ്ട് ഡൗൺ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. സോ ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് തന്നെ ഓപ്പൺ ആകുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷനാലിറ്റി, അതായത് ഒരു കാര്യം ഇവൻറ്റ് ട്രാക്ക് ചെയ്യുക എന്നുള്ളത്, ഒന്നോ രണ്ടോ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് അല്ലെങ്കിൽ ഇവൻറ്റുകൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. എന്നാൽ ഇതിൻ്റെ ചില സ്പെസിഫിക് ഫീച്ചേഴ്സ് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് സബ്സ്ക്രിപ്ഷൻ അഡീഷണലി ഉണ്ട്. സോ അത് ഇവിടെ സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേയധികം ഫീച്ചേഴ്സ്, എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് അൺലോക്ക് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് ഇവിടെ പ്ലസ് ഐക്കണിൽ ടാപ്പ് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട ഇവൻറ്റിൻ്റെ പേര് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഐക്കണും, നിങ്ങൾക്ക് ധാരാളം ഐക്കൺ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. വേണ്ട ഐക്കണും കളറും സെലക്ട് ചെയ്തതിന് ശേഷം റിമൈൻഡ് ചെയ്യേണ്ട, എപ്പോഴാണ് നിങ്ങളെ റിമൈൻഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും നിങ്ങൾക്കിവിടെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്കിത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇവൻറ്റ് നിങ്ങൾക്ക് നോർമലി എങ്ങനെയാണ് ഒരു വിജിറ്റ് ആഡ് ചെയ്യുന്നത് അതേ രീതിയിൽ ഈ ഒരു ഇവൻറ്റുകൾ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ഇതിലെ അടുത്ത ആപ്ലിക്കേഷനാണ് റെയിൻ വ്യൂവർ. അതായത് വെതറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ തന്നെയാണിത്. കാരണം ഈ വീഡിയോ തുടങ്ങിയപ്പോൾ മുതൽ നിങ്ങൾ കാണുന്നതാണ് ഈ ഒരു വിജിറ്റ്. സോ വിജിറ്റ് ഇപ്പോഴും ചില ആളുകൾക്ക് ആഡ് ചെയ്യാൻ അറിയത്തില്ല. ജസ്റ്റ് അതിനുവേണ്ടി ഞാൻ പറയുവാണ്, പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക, എഡിറ്റ് ഓപ്ഷനിൽ പോയിട്ട് ആഡ് വിജിറ്റ്. ഇതിപ്പം iOS 18 ആണ്. iOS 17 കുറച്ച് വ്യത്യാസമുണ്ട്, പക്ഷേ ഇതേ രീതി തന്നെയാണ്. സോ ഇവിടെ പോയിട്ട് നിങ്ങൾക്ക് ഏത് വിജിറ്റുകളും, നിങ്ങൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിൻ്റെ പേര് ഇവിടെ സെർച്ച് ചെയ്താൽ വിജിറ്റുകൾ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ അങ്ങനെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇത് ഓപ്പൺ ചെയ്യുമ്പം ഇതിന് ഇൻ്റർഫേസ് ഇതാണ്. താഴെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. മാപ്പിൻ്റെ വ്യൂ കാര്യങ്ങളൊക്കെയാണ്, അതോടൊപ്പം റിമൈൻഡേഴ്സും കാര്യങ്ങളും ആൻഡ് സെറ്റിങ്സ്. ഇതിൽ ഈ സ്റ്റാർ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ
പ്ലേസ് ആണ്. നമ്മൾ എവിടെയാണോ കറണ്ട് ലൊക്കേഷനുള്ള അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. പിന്നെ താഴെ നമുക്ക് റഡാർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെതർ ഫോർകാസ്റ്റ്, ഗ്ലോബൽ റെയിൻ ഫോർകാസ്റ്റ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കാണാൻ സാധിക്കും. താഴത്തേക്ക് പോകുമ്പോൾ ആപ്പിളിൻ്റെ സ്വന്തം വെതർ ആപ്ലിക്കേഷൻ, അതിൽ കൊടുത്തിരിക്കുന്ന പോലത്തുള്ള ഡീറ്റെയിൽസ് നമുക്കിവിടെ വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുറേ ആനിമേഷൻസും അല്ലെങ്കിൽ ഗ്രാഫും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നമുക്കിവിടെ കൊടുത്തേക്കുന്നത്. ഇനി വീണ്ടും നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള മറ്റൊരു ഏരിയ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നമുക്കിവിടെ സാധിക്കുന്നതാണ്. അടുത്ത സ്ഥലം നമുക്ക് ഇതുപോലെ ബാംഗ്ലൂർ ഞാനിപ്പോൾ ആഡ് ചെയ്തു. അതിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് ഇതുപോലെ തന്നെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതും നിങ്ങൾക്ക് വിജിറ്റിലേക്ക് ആഡ് ചെയ്യാനും സാധിക്കും. വിജിറ്റിലേക്ക് ആഡ് ചെയ്യണം, ഇപ്പം മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്ലേസുകൾ നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. ഇവിടെ എഡിറ്റ് റെയിൻ വ്യൂ എന്നുള്ള ഓപ്ഷനിൽ പോയതിന് ശേഷം ലൊക്കേഷൻ ഇവിടെ നിങ്ങൾ 2 കൊടുത്തിട്ടുണ്ട്. സോ ബാംഗ്ലൂരാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ അങ്ങനെ നിങ്ങൾക്ക് ലൊക്കേഷൻസ് സ്വിച്ച് ചെയ്യാനും അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാനും സാധിക്കുന്നതാണ്. ഇതിലെ അടുത്ത ആപ്ലിക്കേഷനാണ് സ്ട്രക്ചേർഡ്. നിങ്ങളുടെ ഡേ ടു ഡേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് സ്ട്രക്ചേർഡ്. അത് ഇതുവരെ അല്ലെങ്കിൽ നോർമലി നമ്മൾ കാണുന്ന നമ്മളുടെ റിമൈൻഡേഴ്സ് ആപ്പ് അല്ലെങ്കിൽ പ്ലാനിങ് ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതിലുള്ള പോലത്തെ ഒരു സംഭവമല്ല. ഇത് കുറച്ചും കൂടെ വ്യത്യസ്തമാണ്. ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ വിജിറ്റ് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ദേ ഇവിടെ ഈ കാണുന്ന രീതിയിലാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വിജിറ്റിൽ തന്നെ വരുന്നത്. അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷനും കൂടെ ആഡ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെ ഓരോ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യാൻ, അന്നത്തെ ദിവസം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിലേക്ക് കൃത്യം ഇമാജിനറി വ്യൂ നമുക്കിവിടെ കിട്ടുന്നതാണ്. ഓവറോൾ വ്യൂ ഇവിടെ കിട്ടും. സോ ഇതിൽ നിങ്ങൾക്ക് കാണാം ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഞാനിവിടെ ചാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്, റെയിൽവേ സ്റ്റേഷനിൽ പോകണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, പർച്ചേസിന് പോകണം, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഞാനിവിടെ കൃത്യമായിട്ട് ചാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ടൈം ഡ്യൂറേഷൻ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇവിടെ പ്ലസ് സൈക്കിളിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. ഇപ്പം ഞാനിവിടെ കാർ സർവീസ് എന്ന് പറയുന്നൊരു ടാസ്ക് ഞാൻ കൊടുത്തു, കണ്ടിന്യൂ കൊടുക്കുന്നു. നമുക്ക് ടൈം എപ്പം മുതലാണ് എന്നുള്ളത് ടൈം നിങ്ങളിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് എത്ര നേരം ഈ ഒരു സർവീസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ടാസ്ക് എത്ര നേരം ഇതിൻ്റെ ഡ്യൂറേഷൻ ഉണ്ടെന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി മോർ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ടൈമും ഹവറും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അതിൻ്റെ കളേഴ്സ് നമുക്കിവിടെ കളർ പാലറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ളൊരു കളർ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം. അതോടൊപ്പം ഇത് എല്ലാ വീക്കിലും നടക്കുന്നൊരു പ്രോസസ്സാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. ക്രിയേറ്റ് ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ആ ഒരു ടാസ്ക് ആഡ് ആയേക്കുന്നത്. ഇനി ഇങ്ങനെ ആഡ് ആയേക്കുന്ന ടാസ്കിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് വരുത്തണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. ഇനി വൺസ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഇവിടെ ആ ഒരു സർക്കിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയെന്നത് നമുക്ക് വിഷ്വലി കൃത്യമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇതിലെ അടുത്ത ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൊള്ളാവുന്ന ആപ്ലിക്കേഷനാണ്. അതാണ് ഗ്രോപാൽ. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റായിട്ട് സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഹെൽത്ത് ആപ്പ് ആക്സസ് ചെയ്യാൻ, അതിൻ്റെ ഡേറ്റാസ് എല്ലാം ആക്സസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അതൊക്കെ നിങ്ങൾ അലൗ ചെയ്യണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് ഉപകാരപ്പെടത്തുള്ളൂ. ഇതും ഒരു പെയ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്, പക്ഷേ ഇത് ഫ്രീ ആയിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ യൂസ് ചെയ്യാൻ സാധിക്കും. അതിലൊന്നാണ് നമ്മളുടെ വിജിറ്റ്. കാരണം നോർമലി ഉള്ള ആപ്പിളിൻ്റെ ഹെൽത്ത് ആപ്ലിക്കേഷൻ അതിൻ്റെ വിജിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ കണ്ട് മടുത്തൊരു ആപ്ലിക്കേഷനാണ്. എന്നാൽ ഇതിൻ്റെ വിജിറ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ കാണിച്ചു തരാം. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പം ഈ കാണുന്നതാണ് അതിൻ്റെ വിജിറ്റ്. അതിൽ നമ്മൾ സ്റ്റെപ്പ് കൗണ്ട്, സ്ലീപ്പ്, നമ്മൾ എത്ര കാലോറി ബേൺ ചെയ്തു, അതോടൊപ്പം നമ്മൾ എടുക്കുന്ന അതായത് ഇൻടേക്ക് ചെയ്യുന്ന വാട്ടറിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരൊറ്റ വിജിറ്റിലൂടെ അതിൻ്റെ ഒരു ക്വിക്ക് റെപ്രസെൻറ്റേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ്. ഏറ്റവും ടോപ്പിൽ നമുക്ക് വെതർ കാണാൻ സാധിക്കും. അതോടൊപ്പം നമ്മുടെ ഡെയിലി ടാസ്കുകൾ എത്ര പെർസെൻറ്റേജ് നമ്മൾ കവർ ചെയ്തു, നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ഗോളുമായിട്ട് എത്ര പെർസെൻറ്റേജ് കവർ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്തേക്കുന്ന 5 hours സ്ലീപ്പ്, 3000 സ്റ്റെപ്സ്, എത്ര കാലറി ബേൺ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബോഡി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾ ആപ്പിൾ വാച്ച് യൂസർ ആണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹാർട്ട് റേറ്റ്, അതോടൊപ്പം സ്ലീപ്പിംഗ് ഹാർട്ട് റേറ്റ്, റെസ്പിറേറ്ററി ഡീറ്റെയിൽസ്, SpO2, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്കിവിടെ ഈ ഒരു ആപ്ലിക്കേഷനിൽ ലഭിക്കുന്നതാണ്. അതോടൊപ്പം ചാലഞ്ച്, നിങ്ങൾ ഇതിൽ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് യൂസേഴ്സുമായിട്ട് ചാലഞ്ച് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വാച്ച് ഫേസ് ഉണ്ട്. സോ നമ്മുടെ ആപ്പിൾ വാച്ചിന് അടിപൊളി വാച്ച് ഫേസുകൾ നിങ്ങൾക്ക് ഇവിടുന്ന് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ടുള്ള വാച്ച് ഫേസുകളാണ്. സോ അതും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ലഭിക്കുന്നതാണ്. സോ ആപ്പിൾ വാച്ച് യൂസേഴ്സിന് ഇത് ഉപകാരപ്പെടും. ഇതിലെ അടുത്ത ആപ്ലിക്കേഷനാണ് സോൺ. സോ നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫാമിലി, കസിൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ സിബ്ലിങ്സോ ഈവൻ ഹസ്ബൻഡോ വൈഫോ ഒക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്.
കാരണം നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ടൈം സോൺ നമുക്ക് ഒരു പിടിയും കിട്ടത്തില്ല. ചിലപ്പം അതിൻ്റെ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. കാരണം ഇതിൽ നമ്മളുടെ ലൈവ് ടൈം സോണും അതോടൊപ്പം മറ്റ് രാജ്യങ്ങൾ നമുക്ക് ഏതൊക്കെ രാജ്യങ്ങളിലെ ടൈം സോൺ ചേഞ്ചസും അതിൻ്റെ ടൈം ഡിഫറൻസും ആണോ അറിയേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു വീലിൽ നിങ്ങൾ സ്വൈപ്പ് ചെയ്യുന്നതനുസരിച്ച് ഇനി ഫ്യൂച്ചറിലേക്കുള്ള ടൈം സോണിൽ വരുമ്പം ഇന്ന ടൈം എത്ര ഡിഫറൻസ് എന്തൊക്കെയാണ് ആ ഒരു കൊടുത്തിരിക്കുന്ന സ്ഥലങ്ങളിലെ ടൈമും അതിൻ്റെ ഡിഫറൻസ് നമുക്കിവിടെ അറിയാൻ സാധിക്കും. ഇനി പ്രീവിയസ് ടൈമിലെ ഒരു പീരീഡിലേക്ക് അല്ലെങ്കിൽ ഒരു ടൈമിലേക്ക് പോകണം, അതിൻ്റെ ഡിഫറൻസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് iOSലെ ഈ മാസത്തെ മസ്റ്റ് ട്രൈ ആപ്ലിക്കേഷൻസ്. സോ ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്ത് നോക്കുക. സോ ഇതിൽ ഞാൻ പരിചയപ്പെടുത്തിയ ചില ആപ്ലിക്കേഷൻസ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഡിഫോൾട്ടായിട്ടുള്ള കുറേ ആപ്ലിക്കേഷൻസ് റീപ്ലേസ് ചെയ്യാൻ സാധിക്കുന്ന ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. ക്യാച്ച് യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ പീസ്.